ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഒബ്സ്ട്രറ്റിക്കൽ അൾട്രാസൗണ്ടിൻ്റെ CPT കോഴ്സിനെ റിലേറ്റ് ചെയ്താണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഡ്യൂറിങ് ദി പ്രഗ്നൻസി പീരീഡ്, ആ ഒരു 9 months പല ടൈപ്പ് ഓഫ് അൾട്രാസൗണ്ട് നമ്മൾ ചെയ്യാറുണ്ട്. ട്രാൻസ് വജീനൽ, ട്രാൻസ് അബ്ഡോമിനൽ, ഇങ്ങനെയൊക്കെ. അതുപോലെ തന്നെ മദറിന് വേണ്ടിയും അതുപോലെ ഫീറ്റസിന് വേണ്ടിയും പല ടൈപ്പിലുള്ള അൾട്രാസൗണ്ട് ചെയ്യാറുണ്ട്, ഡിപ്പെൻഡിങ് ഓൺ ദ കണ്ടീഷൻസ്. അതുപോലെ തന്നെ നമ്മൾ നോർമൽ പീരിയോഡിക്കലായിട്ട് ഓരോ ട്രൈമസ്റ്റേഴ്സിലും നമ്മൾ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കാറുണ്ട്. സോ ഇങ്ങനെ പല ടൈപ്പിലുള്ള അൾട്രാസൗണ്ട്സ് ചെയ്യുമ്പം ഏത് CPT കോഡ്സാണ് യൂസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എന്തെങ്കിലും മോഡിഫയേഴ്സ് യൂസ് ചെയ്യണോ, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് പെർട്ടിക്കുലർ CPTs നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള വിഷയമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് വീഡിയോ ഒന്ന് കാണാം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്ലൈഡിൽ കാണാൻ പറ്റുന്നത് പോലെ നമ്മൾ ഇന്ന് ഒബ്സ്ട്രറ്റിക്കൽ അൾട്രാസൗണ്ട് CPTസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒബ്സ്ട്രറ്റിക്കൽ അൾട്രാസൗണ്ട് എന്ന് പറയുമ്പോഴത്തേനും അതിൻ്റെ CPTs 76801 മുതൽ 76828 വരെയാണുള്ളത്. നോൺ ഒബ്സ്ട്രറ്റിക്കൽ അൾട്രാസൗണ്ട്സ് ആണ് നമ്മൾ കോഡ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അത് 76830 മുതൽ 76857 വരെയാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒബ്സ്ട്രറ്റിക്കൽ അൾട്രാസൗണ്ടിനെ കുറിച്ചാണ്. സോ പ്രഗ്നൻറ്റ് വുമൻസിന് നമുക്കറിയാം, പല ട്രൈമസ്റ്റേഴ്സിലും നമ്മൾ പല അൾട്രാസൗണ്ട്സ് ചെയ്യാറുണ്ട്. സോ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഓരോ സ്പെസിഫിക് കോഡ്സ് അസൈൻ ചെയ്ത് കൊടുക്കണം. സോ അതിൻ്റെ കോഡ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ ഓരോ കോഡ്സ് യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ ഒബ്സ്ട്രറ്റിക്കൽ അൾട്രാസൗണ്ടിനെ കുറിച്ച് നോക്കുമ്പം 76801 മുതൽ 828 വരെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ട്രാൻസ് അബ്ഡോമിനൽ സ്റ്റഡീസ് ഉണ്ട്, അത് തന്നെ കംപ്ലീറ്റും ലിമിറ്റഡും ഉണ്ട്. പിന്നെ ട്രാൻസ് വജൈനൽ സ്റ്റഡി ഉണ്ട്, അതുപോലെ തന്നെ ഫോളോ അപ്പ് ഓർ റീവാലുവേഷൻ സ്റ്റഡീസ് ഉണ്ട്, പിന്നെ ബയോഫിസിക്കൽ സ്റ്റഡി ഉണ്ട്. ഇങ്ങനെ 5 കാറ്റഗറീസ് ആയിട്ടാണ് ഒബ്സ്ട്രറ്റിക്കൽ അൾട്രാസൗണ്ടിനെ നമ്മുടെ CPTs ബേസ് ചെയ്ത് നമ്മൾ തിരിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ട്രാൻസ് അബ്ഡോമിനൽ അൾട്രാസൗണ്ടിനകത്ത് കംപ്ലീറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ 76801 മുതൽ 810 വരെയും, അതുപോലെ തന്നെ പ്ലസ് അനാറ്റമിക്കൽ എക്സാമിനേഷൻസും കൂടെ കൂടിയിട്ടുള്ളത് ആണെങ്കിൽ 76811 അല്ലെങ്കിൽ 812 എന്നുള്ള കോഡും, അതിൻ്റെ കൂടെ തന്നെ അത് കൂടാതെ നമ്മൾ ഫീറ്റൽ ന്യൂക്ലിയർ ട്രാൻസ്ലൻസി മെഷർമെൻറ്റ്സ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ 76813 അല്ലെങ്കിൽ 814, ഇത്രയും കോഡ്സാണ് നമ്മൾ ട്രാൻസ് അബ്ഡോമിനൽ കംപ്ലീറ്റ് അൾട്രാസൗണ്ട്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതായത് 76801 മുതൽ 814 വരെ. ഇനി ലിമിറ്റഡ് അൾട്രാസൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 76815 ആണ് കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് കംപ്ലീറ്റ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ഏത് ടെസ്റ്റാണ്, ഏത് അൾട്രാസൗണ്ട് ആണ് ചെയ്യേണ്ടത് നമുക്ക് സ്പെസിഫിക്കലി അറിയാവുന്നുണ്ടെങ്കിൽ 76801 മുതൽ 814 വരെയുള്ള കോഡ്സിൽ ഏതെങ്കിലും ഒരു കോഡായിരിക്കും നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഇല്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഡോക്യുമെൻ്റ് ചെയ്തിട്ടില്ല ഏത് അൾട്രാസൗണ്ട് ആണ് വേണ്ടത്, അല്ലെങ്കിൽ ചില സിറ്റുവേഷനിൽ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് ലിമിറ്റഡ് സ്റ്റഡിയാണ് അവർക്ക് വേണ്ടത്. ഇങ്ങനെയുള്ള കേസസിൽ നമ്മൾ 76815 ആണ് നമ്മൾ കോഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫീറ്റൽ ആൻഡ് മെറ്റേണൽ ഇവാലുവേഷൻസിൻ്റെയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. 76801 മുതൽ 810 വരെയാണ്. ഇതിനകത്ത് ലെസ് ദാൻ 14 വീക്സ് പ്രഗ്നൻറ്റ് ഫീമെയിൽ, അതുപോലെ തന്നെ അപ്രോപ്രിയേറ്റ് മെഷർമെൻറ്റ്സ് ഓഫ് ഗെസ്റ്റേഷൻ, പ്ലാസൻ്റൽ അനാറ്റമി, അതുപോലെ തന്നെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് വോളിയം മെഷർമെൻറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ 76801 ആണ് യൂസ് ചെയ്യുന്നത്. അത് ലെസ് ദാൻ 14 വീക്സ് ഓഫ് ഗെസ്റ്റേഷൻ. ഇനിയും ഈച്ച് അഡീഷണൽ ഗെസ്റ്റേഷൻസ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ 76802 എന്നുള്ള കോഡ് യൂസ് ചെയ്ത് കൊടുക്കും. ഇനി എലമെൻറ്റ്സ് റിക്വയർഡ് ഫോർ എ കംപ്ലീറ്റ് സ്റ്റഡി ഗ്രേറ്റർ ദാൻ 14 വീക്സ് ആണ്. ഫീറ്റൽ മെഷർമെൻറ്റ്സ് ഫോർ ഗെസ്റ്റേഷൻസ്, അതുപോലെ തന്നെ അബ്ഡോമിനൽ അനാറ്റമി, ഇൻട്രാക്രേനിയൽ സ്ട്രക്ചേഴ്സ്, അതുപോലെ തന്നെ അംബ്ലിക്കൽ കോഡ്, പ്ലാസൻ്റൽ ലൊക്കേഷൻസ്, അമ്നിയോട്ടിക് ഫ്ലൂയിഡ് വോളിയം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ആൻഡ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 14 വീക്സ് ഓഫ് ഗെസ്റ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 76805 ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനകത്ത് തന്നെ 76810 എന്ന് പറയുന്നത് നമ്മൾ ഈച്ച് അഡീഷണൽ ഗെസ്റ്റേഷൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. ഇനിയും 76811 അല്ലെങ്കിൽ 812 എന്ന് പറയുന്നത് നമ്മൾ ഡീറ്റെയിൽഡ് ഫീറ്റൽ അനാറ്റമിക്കൽ എക്സാമിനേഷൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോഡാണ് 76811 അല്ലെങ്കിൽ 812. ഓക്കെ, ഇനി ഇത് ഡീറ്റെയിൽഡ് എക്സാമിനേഷൻസ് ആണ് നമ്മൾ ഈ 2 കോഡ്സിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇനി
7681 ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ട്രൈമസ്റ്റർ ഫസ്റ്റ് ഗെസ്റ്റേഷൻ ആയിരിക്കും. 812 ആണെന്നുണ്ടെങ്കിൽ ഈച്ച് അഡീഷണൽ ഗെസ്റ്റേഷൻസിനായിരിക്കും നമ്മളത് കൊടുക്കുന്നത്. ഓക്കെ, ഇനിയും ഫീറ്റൽ ന്യൂക്ലിയർ ട്രാൻസ്ലൻസി മെഷർമെൻ്റ് ആണ്. അത് 76813 അല്ലെങ്കിൽ 814 ആണ് നമ്മൾ ആ കോഡിന് ആ ഒരു സ്പെസിഫിക് അൾട്രാസൗണ്ടിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ട്രാൻസ് അബ്ഡോമിനലായിട്ടോ ട്രാൻസ് വജൈനലായിട്ടോ ചെയ്യാം, അതിന് പ്രശ്നമില്ല. ഫസ്റ്റ് ഗെസ്റ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ 76813 യൂസ് ചെയ്യും. ഈച്ച് അഡീഷണൽ ഗെസ്റ്റേഷൻസിന് 76814 കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ ലിമിറ്റഡ് സ്റ്റഡീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 76815 എന്നുള്ള കോഡാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഫോളോ അപ്പ് ഓർ റീവാലുവേഷൻ ട്രാൻസ് അബ്ഡോമിനൽ അൾട്രാസൗണ്ട് സ്റ്റഡീസ്. ഓക്കെ, ഇപ്പോൾ ഫീറ്റൽ സൈസ് അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടായിരുന്നു, പ്രീവിയസ് അൾട്രാസൗണ്ടിനകത്ത് എന്തെങ്കിലും അബ്നോർമൽ ഫൈൻഡിങ്സ് ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള കേസസിലൊക്കെ നമ്മൾ ഫോളോ അപ്പ് അല്ലെങ്കിൽ റീവാലുവേഷൻ ആയിട്ട് ട്രാൻസ് അബ്ഡോമിനൽ സ്റ്റഡി ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പം നമ്മൾ 76816 എന്നുള്ള കോഡാണ് യൂസ് ചെയ്ത് കൊടുക്കുന്നത്. അൾട്രാസൗണ്ട് പ്രഗ്നൻറ്റ് യൂട്രസ് ഫോളോ അപ്പ് ഓർ റീവാലുവേഷൻ പെർ യൂട്രസ് ട്രാൻസ് അബ്ഡോമിനൽ അപ്രോച്ച്, ഇതിന് നമ്മൾ 76816 എന്നുള്ള കോഡ് യൂസ് ചെയ്യാറുണ്ട്. ഇനി നമ്മൾ ട്രാൻസ് വജൈനൽ അൾട്രാസൗണ്ടിലേക്ക് പോകാം. ട്രാൻസ് വജൈനൽ അൾട്രാസൗണ്ട് അല്ലെങ്കിൽ എൻഡോ വജൈനൽ അൾട്രാസൗണ്ട് എന്ന് പറയുമ്പോഴത്തേനും ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് പെൽവിക് അൾട്രാസൗണ്ട് ടു എക്സാമിൻ ദ ഫീമെയിൽ പെൽവിസ്. ഇതിനകത്ത് തന്നെ നമ്മൾ യൂട്രസ്, ഫെലോപ്പിയൻ ട്യൂബ്സ്, ഓവറീസ്, സെർവിക്സ്, വജൈന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്യാറുണ്ട്. ഈ ഒരു സ്റ്റഡി ട്രാൻസ് വജൈനൽ അപ്രോച്ചിൽ കൂടെ ചെയ്യുന്ന അൾട്രാസൗണ്ട് സ്റ്റഡി ആണെങ്കിൽ നമ്മൾ 76817 എന്നുള്ള കോഡാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഫീറ്റൽ ബയോഫിസിക്കൽ പ്രൊഫൈൽസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് ആൻഡ് ഫീറ്റൽ അൾട്രാസൗണ്ട് ആണ് ഫീറ്റൽ ബയോഫിസിക്കൽ പ്രൊഫൈലിനകത്ത് നമ്മൾ ചെയ്യുന്നത്. അതിനകത്ത് തന്നെ സ്ട്രെസ് ടെസ്റ്റ് ഉണ്ട്, നോൺ സ്ട്രെസ് ടെസ്റ്റും ഉണ്ട്. ഈ നോൺ സ്ട്രെസ് ടെസ്റ്റിംഗ് വരുമ്പോഴത്തേനും നമ്മൾ നോൺ സ്ട്രെസ് ടെസ്റ്റിങ്ങും വിത്തൗട്ട് നോൺ സ്ട്രെസ് ടെസ്റ്റിങ്ങും ആണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് 5 കോമ്പണൻസ് ആണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ബ്രീത്തിങ്, മസിൽ ടോൺസ്, മൂവ്മെൻറ്റ്സ്, അമ്നിയോട്ടിക് ഫ്ലൂയിഡ്സ്, അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ്. ഓക്കെ, ടോട്ടൽ സ്കോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് ഇത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കുന്നത്, അതിൻ്റെ ആ റീഡിങ്സ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇനി വിത്ത് നോൺ സ്ട്രെസ് ടെസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 76818 ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 76819 ആണെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് നോൺ സ്ട്രെസ് ടെസ്റ്റിംഗ് ആണ് വരുന്നത്. ഇനി ഇതിനകത്ത് ഇത് സിംഗിൾ ഫീറ്റസിന് വേണ്ടിയുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇനി അഡീഷണൽ ഫീറ്റസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മോഡിഫയർ 59 കൂടെ യൂസ് ചെയ്യാറുണ്ട്. സോ ഇത്രയാണ് നമ്മുടെ ഒബ്സ്റ്ററ്റിക്കൽ അൾട്രാസൗണ്ടിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കോഡ്സ് എന്ന് പറയുന്നത്. 76801 മുതൽ 76828 വരെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ഓരോ സ്പെസിഫിക് കാറ്റഗറീസ് ആണ് ഞാൻ ഇപ്പം നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തത്. ട്രാൻസ് അബ്ഡോമിനൽ, ഫീറ്റൽ ആൻഡ് മെറ്റേണൽ ഇവാലുവേഷൻസ്, അതിനകത്ത് തന്നെ ട്രാൻസ് അബ്ഡോമിനൽ തന്നെ വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓരോ ഗെസ്റ്റേഷൻസിൽ ഏതൊക്കെ കോഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കി. പിന്നെ വരുന്നത് ഫീറ്റൽ ആൻഡ് മെറ്റേണൽ ഇവാലുവേഷൻ പ്ലസ് ഫീറ്റൽ അനാറ്റമിക്കൽ ഇവാലുവേഷൻസ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ 76811 അത് അല്ലെങ്കിൽ 76812 നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഫീറ്റൽ ട്രാൻസ്ലൻസി ന്യൂക്ലിയർ ട്രാൻസ്ലൻസി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ 813 അല്ലെങ്കിൽ 814 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ലിമിറ്റഡ് സ്റ്റഡീസ് നമ്മൾ നോക്കി 815 കോഡ് വെച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫോളോ അപ്പ് കേസസ് ആണെന്നുണ്ടെങ്കിൽ 816 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ വന്നിട്ട് നോൺ സ്ട്രെസ് ടെസ്റ്റിംഗ് വരുവാണെന്നുണ്ടെങ്കിൽ വിത്ത് നോൺ സ്ട്രെസ് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ വിത്തൗട്ട് നോൺ സ്ട്രെസ് ടെസ്റ്റിംഗ് അത് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫീറ്റൽ ബയോഫിസിക്കൽ പ്രൊഫൈലാണ്, അതായത് 818 അല്ലെങ്കിൽ 819 എന്നുള്ള കോഡാണ് യൂസ് ചെയ്യുന്നത്. അതിന് മോഡിഫയേഴ്സും കൊടുക്കാറുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ നമ്മുടെ ഒബ്സ്റ്ററ്റിക്കൽ എക്സ്ട്രാ കോഡ്സ് ആണ് ബാക്കി വരുന്ന കോഡ്സ് എല്ലാം 76828 വരെ വരുന്ന കോഡ്സ്. ഇത്രയും കോഡ്സ് ആണ് നമ്മൾ ഒബ്സ്റ്ററ്റിക്കൽ അൾട്രാസൗണ്ട് CPT കോഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്.
76,830 മുതൽ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഓർക്കണം ദാറ്റ് ഈസ് നോൺ ഒബ്സ്റ്ററ്റിക്കൽ കോഡ്സ്. അതുകൊണ്ട് പ്രഗ്നൻറ്റ് വുമന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും 76,830 മുതൽ 76,857 വരെയുള്ള കോഡ്സ് യൂസ് ചെയ്യരുത്. അതിന് മുന്നേ ഉള്ള 76,801 മുതൽ 828 വരെയുള്ള കോഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 5 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് അപ്രോച്ചസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഫോളോ അപ്പ് വേണോ, അതുപോലെ ബയോഫിസിക്കൽ സ്റ്റഡീസ് ആണോ, ഇതിനൊക്കെ ഡിഫറെൻറ്റ് കോഡ് കാറ്റഗറീസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇപ്പം ഞാൻ ഇതിനകത്ത് മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓരോ ട്രൈമസ്റ്റേഴ്സ് വെച്ചിട്ട് അതുപോലെ തന്നെ ഓരോ ഗെസ്റ്റേഷണൽ ഇത് വെച്ചിട്ട് നമുക്ക് ഡിഫറെൻറ്റ് കോഡ്സ് അവിടെ അവർ കോഡിംഗ് ബുക്സിനകത്ത് നമുക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർസിൽ കാണാം. അപ്പോൾ നമ്മൾ ഓരോ ഡിസ്ക്രിപ്റ്റീവായിട്ട് വായിച്ച് നോക്കുക, നമ്മുടെ മെമ്പറിൻ്റെ കേസും ഈ കോഡും ഏതാണ് നമ്മൾ അപ്രോപ്രിയേറ്റ് കോഡ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചിലർക്കൊരു പ്രാക്ടീസ് ഉണ്ട്, നമ്മളിപ്പം യൂഷ്വലി മുന്നേ ചെയ്ത കുറച്ച് കോഡ്സ് കാണാം, അത് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിടുക എന്നുള്ളത്. അങ്ങനെ ചെയ്യരുത്. ഓരോ മെമ്പേഴ്സിനും അവരുടെ കേസസ് ഡിഫറെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ചെയ്തേക്കുന്ന ടെസ്റ്റിംഗ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം അവർക്ക് ഏത് ടെസ്റ്റാണോ ചെയ്തത് ആ അപ്രോച്ചിനനുസരിച്ച് വേണം നമ്മൾ കോഡ്സ് അസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി. ഓക്കെ, സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഒബ്സ്റ്ററ്റിക്കൽ CPT കോഡ്സിൻ്റെ ഡിസ്ക്രിപ്ഷനും അതുപോലെ തന്നെ അത് ഏതൊക്കെ സിനാരിയോസിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ മെഡിക്കൽ കോഡിങ് ചെയ്യുന്ന ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഇൻഷുറൻസ് വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സിനോ ഒക്കെ ഈ വീഡിയോസ് കുറച്ച് യൂസ്ഫുൾ ആയിരിക്കുന്നതുകൊണ്ട് അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. കീപ് സപ്പോർട്ടിങ്. ബൈ.